ഹലോ ഗൈസ്, മിഠായികളൊക്കെ വാങ്ങിച്ച് റെഡിയായി. ഇനി ഇത് പാക്ക് ചെയ്യണം, അതാണ് അടുത്ത പരിപാടി. ആദ്യം തന്നെ നമ്മൾ വാങ്ങിച്ച മിഠായികളെല്ലാം ഇങ്ങനെ കൂമ്പാരാക്കിയിട്ടു കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 600-ൻ്റെ അടുത്ത് മിഠായികൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ മിഠായികൾ 600-ൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഈ മിക്സ് ചെയ്ത മിഠായികളൊക്കെ ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ ആ ബാസ്ക്കറ്റിലോട്ട് നിറയ്ക്കണം. ആ ബാസ്ക്കറ്റ് നിറച്ചിട്ടാണ് ബാക്കിയുള്ളത് എന്താ തീരുമാനിക്കേണ്ടത്. ഫസ്റ്റ് ബാസ്ക്കറ്റ് നിറയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ നല്ല മിഠായികൾ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. പേപ്പറൊക്കെ നമ്മൾ വാങ്ങിച്ചായിരുന്നു, ഗ്ലാസ് പേപ്പർ. അപ്പോൾ അത് വെച്ചിട്ട് പാക്ക് ചെയ്തിട്ട് സെറ്റാക്കണം. അതിൻ്റെ മുകളിൽ വെക്കാൻ നമ്മൾ ബൗണ്ടി, പിന്നെ കിറ്റ്കാറ്റ്, ഡയറി മിൽക്ക്, സ്നിക്കേഴ്സ്, പിന്നെ ഒരു ക്രിസ്പല്ലോ അതൊക്കെയാണ് വാങ്ങിച്ചത്. ഇനി ഈ ബാസ്ക്കറ്റ് പൊതിയുന്നതിനുള്ള ചർച്ചയാണ്. ആദ്യം പറഞ്ഞു നമുക്ക് ഇങ്ങനെ പൊതിഞ്ഞ് ഡെക്കറേറ്റ് ചെയ്യാം, പിന്നെ അത് മാറ്റിയിട്ട് വേറെ പലതൊക്കെ പരീക്ഷിച്ചു. ലാസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്തത് ഈ രീതിയിലുള്ള കെട്ടാട്ടോ. അങ്ങനെ ഇത് ഫിക്സ് ചെയ്തു, അത് റെഡിയാക്കിയിട്ട് വേണം ഇനി അടുത്തത് തീരുമാനിക്കാൻ. ആദ്യം തന്നെ അതിങ്ങനെ കെട്ടിക്കൊടുത്തു, റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടിക്കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ റോസാപ്പൂ പോലെ വിടർന്നിരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയും വലുപ്പം പോരാ, വീണ്ടും ചെറുതാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശരിയാക്കി. ഇനി അതിൻ്റെ സൈഡിലൊക്കെ റോസാപ്പൂ വയ്ക്കണം. നമ്മൾ വെള്ള റോസാപ്പൂ വാങ്ങിച്ചിരുന്നു, ഇനി അത് സെറ്റാക്കണം. ആ സമയത്ത് ഇവിടെ എല്ലാവരും നോക്കിയിരിക്കുന്നതുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറ്റം മാത്രമല്ല കേട്ടോ, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റോസാപ്പൂ ഒക്കെ വെച്ചിട്ട് ആദ്യത്തെ ബാസ്ക്കറ്റ് റെഡിയാക്കി കേട്ടോ. ഇനി ഈ ബാക്കിയുള്ള മിഠായികൾ നമ്മൾ കിഴി കെട്ടാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ മിഠായി 2 കിഴിയായിട്ട് കെട്ടാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കിഴി കെട്ടുക എന്നുള്ളത് അമ്മേൻ്റെ പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മരുമകൾക്ക് കൊടുക്കുന്നത് അടിപൊളിയായിട്ട് തന്നെയാണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇതിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വരുന്നതിൻ്റെ ഇടയ്ക്ക് 2 സ്നിക്കേഴ്സ് അമ്മ കൈക്കലാക്കി കേട്ടോ. അതിലൊന്ന് നമ്മൾ അപ്പം തന്നെ പൊട്ടിച്ച് കഴിക്കുകയും ചെയ്തു. ഞാനൊരു ഭയങ്കര സ്നിക്കേഴ്സിൻ്റെ ആരാധികയാണ്, കുറേ സമയം മുന്നേ വരെ. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ചോക്ലേറ്റിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ റോസാപ്പൂ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി പോകാൻ നേരത്തെ ഒന്നും കൂടെ ഒന്ന് ശരിയാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതൊരു ഭാഗത്തോട്ട് മാറ്റി വെച്ചു. ഇനി കിഴി കെട്ടാണ്. അപ്പോൾ കിഴി കെട്ടുന്ന സമയത്ത് അമ്മ ഓടി വന്നു. ഞാനാണ് കിഴി കെട്ടാൻ ഏറ്റവും മികച്ചോൾ എന്ന് പറഞ്ഞിട്ട് അമ്മ അത് 2 കിഴി കെട്ടി തന്നു കേട്ടോ. അങ്ങനെ അമ്മേൻ്റെ വക അത് 2 സെറ്റായി. 2 കിഴി അടിപൊളിയായിരുന്നു, അമ്മ സൂപ്പറായിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മിഠായി പാക്കറ്റുകൾ ഇതാണ്, ഒരു ബാസ്ക്കറ്റും 2 കിഴികളും കേട്ടോ. എന്തായാലും മിഠായി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു.